നമസ്കാരം. ഇന്ത്യൻ രൂപ തകർച്ചയുടെ വക്കിലാണെന്ന് പറയാം. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം കണ്ണുരുട്ടിയതാണ് രൂപയുടെ വീഴ്ചയ്ക്ക് കാരണമായി പറയപ്പെടുന്നത്. ചൈനയുടെയും ബ്രസീലിന്റെയും കറൻസി മൂല്യം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ട് നേട്ടമുണ്ടായിരിക്കുന്നത് പ്രവാസികൾക്കാണ്. ഈ വേളയിൽ നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഉയർന്ന മൂല്യം കിട്ടും. ജനസംഖ്യ കൊണ്ടും സാമ്പത്തിക കരുത്തുകൊണ്ടും ലോകത്തെ വലിയ കൂട്ടായ്മയാണ് ബ്രിക്സ്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവരായിരുന്നു കൂട്ടായ്മയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അംഗബലം കൂടിയിരിക്കുന്നു. GCC രാജ്യങ്ങൾക്കും പശ്ചിമേഷ്യയിലെയും ആഫ്രിക്കയിലെയും പ്രബല രാജ്യങ്ങളും കൂട്ടായ്മയുടെ ഭാഗമാണ്. ഇവരുടെ നീക്കം സംശയത്തോടെ നോക്കുന്ന ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പൊട്ടിച്ച വെടിയാണ് രൂപയ്ക്ക് പണി കൊടുത്തതെന്ന് പറയാം. ബ്രിക്സ് രാജ്യങ്ങൾ വ്യാപാരത്തിന് വേണ്ടി പുതിയ കറൻസിക്ക് തയ്യാറാകും, അല്ലെങ്കിൽ അംഗരാജ്യങ്ങളിലെ കറൻസികളിൽ ഇടപാട് നടത്തും എന്നൊക്കെയായിരുന്നു പ്രചാരണം. ഡോളറിന്റെ മേധാവിത്വം തകർക്കുന്ന ഈ നീക്കത്തിന് പിന്നിൽ ചൈനയും റഷ്യയുമാണെന്നാണ് അമേരിക്ക സംശയിക്കുന്നത്. ഡോളറിന്റെ അപ്രമാദിത്വം തകർന്നാൽ അമേരിക്കയ്ക്കത് വലിയ തിരിച്ചടിയായി തന്നെ മാറും. നേരത്തെ ഡോളറിനെതിരെ നീങ്ങിയ രാജ്യങ്ങളെല്ലാം നിലംപരിശായ ചരിത്രമുണ്ടെന്ന് പറയാം. അതിന് പിന്നിൽ അമേരിക്കയാണെന്ന ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ബ്രിക്സ് പുതിയ കറൻസി കൊണ്ടുവന്നാൽ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി നികുതി 100% ഉയർത്തുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. അമേരിക്ക നികുതി ഉയർത്തിയാൽ എല്ലാ രാജ്യങ്ങളും പെട്ടുപോകും, അതിൽ ബാധിക്കപ്പെടും. ഡോളർ മൂല്യം ഇപ്പോൾ ഉയരുകയാണ്. ട്രംപ് കടുത്ത തീരുമാനം എടുത്താൽ മറ്റു കറൻസികളും തകരുമെന്നാണ് നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. ചൈനയുടെ യുവാൻ, ഇന്തോനേഷ്യൻ റുപ്പിയ, ദക്ഷിണ കൊറിയയുടെ കറൻസി എന്നിവയെല്ലാം ഇടിഞ്ഞു കഴിഞ്ഞു. അതേസമയം GCC രാജ്യങ്ങളിലെ പ്രവാസികൾക്കും പുതിയ സാഹചര്യം നേട്ടമായാണ് മാറുക. കുവൈറ്റ് ദിനാർ, ഒമാൻ റിയാൽ, ബഹ്റിൻ ദിനാർ എന്നിവയുമായുള്ള മൂല്യത്തിലും രൂപയ്ക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നതിൽ വലിയൊരു പങ്ക് പ്രവാസികളുടേത് തന്നെയാണ്. ലോകബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2020 $83.3 ബില്യൺ പ്രവാസികളിൽ നിന്നും രാജ്യത്തിന് ലഭിച്ചത്. ഇനി 2018 1,86,376 കോടി രൂപ. ഇനി 2020 വന്നാലോ NRI നിക്ഷേപം 2,27,430 കോടിയായിരുന്നു. ഈ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ കേരളത്തിലെ കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രവാസികൾ അയച്ചത് 2,16,893 കോടി രൂപയാണ്. സംസ്ഥാന റവന്യൂ വരുമാനത്തിന്റെ 1.7 ഇരട്ടിയാണിതെന്ന് എടുത്തു പറയണം. 2023 ഒരു പ്രവാസി ശരാശരി വീട്ടിലേക്ക് അയച്ചത് 2,23,729 രൂപയാണ്. രാജ്യത്തെ NRI ഡിപ്പോസിറ്റുകളുടെ 21% സംസ്ഥാനത്ത് നിന്നാണ്. സംസ്ഥാനത്ത് നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് 43,378 കോടി രൂപയാണ് ഡെപ്പോസിറ്റ് തുകയായി 2023 നിക്ഷേപിക്കപ്പെട്ടത്. വിദേശത്ത് നിന്നും നാട്ടിലേക്ക് എത്തിയ നിക്ഷേപങ്ങളിൽ 17.8% കൊല്ലം ജില്ലയിലേക്കാണ് എത്തിയത്. 16.2% മലപ്പുറം ജില്ലയിലേക്കും. വിദേശത്ത് നിന്നും തുക ലഭിക്കുന്ന 73.3% വീടുകളിലും മാസാമാസം തുക എത്തുന്നുണ്ട്. 40 ലക്ഷത്തോളം മലയാളികൾ വിദേശത്ത് താമസിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ആണ്. അവരിൽ ഭൂരിഭാഗവും ഗൾഫ് രാജ്യങ്ങളിലാണ്. കേരളത്തിന് ലഭിക്കുന്ന പണത്തിന്റെ 80% 7 ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിൽ നിന്നാണ്. മറഞ്ഞിരിക്കുന്ന മരണത്തെ പോലും അവഗണിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന പ്രവാസികൾ ഒരുപാടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.